ഹലോ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നതേ പേഷ്യൻസിനെ പറ്റിയാണ്. ക്ഷമ. നമ്മളൊരു കാര്യം ആഗ്രഹിച്ച് അത് നടക്കുന്നത് വരെ കാത്തിരിക്കാനുള്ളൊരു ക്ഷമ നമ്മൾ കാണിക്കണം. കാര്യം എല്ലാത്തിനും ഒരു സമയമുണ്ട്. ഇതിപ്പോൾ അയ്യോ എൻ്റെ ആഗ്രഹം എന്താ നടക്കാത്ത ഇങ്ങനെ ആദ്യ പിടിച്ച് നിന്നാൽ എന്ത് പറ്റും? നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മളിൽ നിന്ന് ഇങ്ങനെ അകന്നകന്ന് പോകും. നമ്മളിപ്പോൾ ഓൺലൈനിൽ ഒരു സാധനം ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓരോ ദിവസവും അവരെ വിളിച്ച് ചോദിക്കും എപ്പോൾ വരും. ഇല്ലല്ലോ, നമുക്കറിയാം അത് വന്നുകൊണ്ടിരിക്കുകയാണെന്ന്. അപ്പം നമ്മൾ ഭയങ്കര ക്ഷമയോടെ കാത്തിരിക്കും. അതുപോലെ ആവണം നമ്മുടെ സ്വപ്നങ്ങൾ നടക്കുന്നത് വരെ നമ്മൾ വിഷ്വലൈസ് ചെയ്യലും ടെക്നിക്ക് ചെയ്യലും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ സമയത്തിന് വേണ്ടി ആ പ്രോസസ്സിനെ നമ്മളങ്ങ് ട്രസ്റ്റ് ചെയ്യുക. പിന്നെ നമ്മൾ യൂണിവേഴ്സിൻ്റെ കയ്യിൽ അങ്ങ് വിട്ടുകൊടുക്കുകയാണ്. ബാക്കി കാര്യങ്ങളൊക്കെ യൂണിവേഴ്സ് ചെയ്തോളും. നമ്മളുടെ ജോലി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ആഗ്രഹിക്കുക. അതിൻ്റെ ഒരു എൻഡ് റിസൾട്ട് എന്താണ്? നമ്മളിപ്പം കുറേ കടം തീർക്കാനുള്ള പൈസയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആഗ്രഹിച്ചിട്ട് ഓക്കെ എൻ്റെ പൈസ അവിടെ യൂണിവേഴ്സ് റെഡിയാക്കിക്കൊണ്ടിരിക്കണം, അത് ഓൺ ദ വേ ആണ്, എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് നമ്മൾ വിശ്വസിക്കണം. അതായിരിക്കണം നിരന്തരം നമ്മുടെ മനസ്സിലെ ചിന്ത. അല്ലാതെ എപ്പോൾ വരും, എന്താ നടക്കാത്ത എന്നുള്ളൊരു ചിന്ത തന്നെ സ്വപ്നങ്ങളെ നമ്മളിലേക്ക് വരാനായിട്ട് വൈകിപ്പിക്കും. അപ്പം നമുക്ക് വേണ്ടത് ക്ഷമയാണ്. ആ പ്രോസസ്സിനെ ട്രസ്റ്റ് ചെയ്യുക. എല്ലാത്തിനും ഒരു സമയമുണ്ട്. അപ്പം എൻ്റെ സമയമാകുമ്പോൾ ചില കാര്യങ്ങൾ ഇന്ന സമയത്ത് നടന്നാൽ മതി എന്ന് യൂണിവേഴ്സിനൊരു തീരുമാനം ഉണ്ടാകും. നമ്മൾ മനുഷ്യരുടെ സമയവും കാര്യങ്ങളും അല്ല യൂണിവേഴ്സിൻ്റെതായ സമയമുണ്ട് എല്ലാത്തിനും. അപ്പോൾ ആ സമയത്തിന് നമ്മൾ കാത്തിരിക്കുക, ക്ഷമയോടെ കാത്തിരിക്കുക, റിലാക്സ് ആയിട്ട് കാത്തിരിക്കുക. ആ കാര്യം നടന്നു കഴിഞ്ഞ സന്തോഷത്തിലായിരിക്കണം നിങ്ങൾ. അപ്പം നിങ്ങൾക്ക് ഒരു കടം തീർക്കാൻ കുറച്ച് പൈസ വേണം എന്നാണ് നിങ്ങളുടെ എവിടെ നിന്ന് കിട്ടും അതൊന്നും നിങ്ങൾ ചിന്തിക്കണം. നിങ്ങൾ ആഗ്രഹിക്കുക മാത്രം ചെയ്താൽ മതി. അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക, നിങ്ങളുടെ വൈബ്രേഷൻ ലെവലിൽ കൂട്ടുക, പോസിറ്റീവായിരിക്കാനായിട്ട് എപ്പോഴും ശ്രമിക്കുക, നെഗറ്റീവ് ആകാതെ പോസിറ്റീവായിരിക്കുക. അതിനെപ്പറ്റി കാര്യം നടന്നു കഴിഞ്ഞ് ഉണ്ടാകുന്ന ഒരു സന്തോഷത്തിൽ ഇങ്ങനെ റിലാക്സ് ചെയ്തിരിക്കുക. അപ്പോൾ നിങ്ങൾ അറിയാതെ നിങ്ങൾ വിചാരിക്കാത്ത വഴികളിലൂടെ, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത വ്യക്തികളിലൂടെ യൂണിവേഴ്സ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടത്തിത്തരും. ക്ഷമയോടെ കാത്തിരിക്കുക. ഓക്കെ, താങ്ക് യു.